ഒമാനിലെ വീട്ടുജോലി ചെയ്യുന്നവർക്കും ചെയ്യാൻ എത്തുന്നവർക്കും സന്തോഷ വാർത്തയാണ് കേട്ടോ ഇപ്പോൾ പുറത്തു വരുന്നത്. ഗാർഹിക തൊഴിൽ മേഖലയിൽ പുതിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് ഒമാൻ. ഗാർഹിക തൊഴിലാളികളുടെ സംരക്ഷണവും ക്ഷേമവും ഉറപ്പുവരുത്തുക എന്നത് തന്നെയാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം. പുതിയ നിയമത്തിലെ ഒരു പ്രധാന മാറ്റം എന്ന് പറയുന്നത് 21 വയസ്സിന് താഴെയുള്ള ആളുകളെ വീട്ടുജോലികളിൽ നിയോഗിക്കരുത് എന്നുള്ളതാണ്. മക്കളെ ചൂഷണം ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടാണിത്. പുതിയ മാറ്റങ്ങൾ വരുന്നതോടെ തൊഴിലുടമകൾ ശ്രദ്ധിക്കേണ്ട വേറെയും ചില കാര്യങ്ങളുണ്ട്. അതായത് വീട്ടുജോലിക്കാർക്ക് മതിയായ താമസം, ഭക്ഷണം, ആരോഗ്യ സംരക്ഷണം, ഗതാഗതം എന്നിവ ഉറപ്പു നൽകൽ തൊഴിലുടമയുടെ ഉത്തരവാദിത്തമാണ്. കരാർ അവസാനിച്ചതിന് ശേഷവും കുറഞ്ഞതൊരു വർഷത്തേക്ക് തൊഴിൽ രേഖകൾ സൂക്ഷിക്കുകയും വേണം. അതുകൂടാതെ ജോലിക്കാരെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരസ്യങ്ങളിൽ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുകയും വേണം. തൊഴിലാളിയെ ഇനി സമ്മതമില്ലാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിച്ചാലും പാസ്പോർട്ടുകളോ വ്യക്തിഗത രേഖകളോ കണ്ടുകെട്ടിയാലും ഇനി പണി കിട്ടും. മാത്രവുമല്ല, റിക്രൂട്ട്മെന്റിന്റെ പേരിൽ ഫീസ് ഈടാക്കാനും പാടില്ല. നിയമം ലംഘിക്കുന്ന തൊഴിലുടമകൾക്ക് 500 ഒമാൻ റിയാൽ മുതൽ 2000 ഒമാൻ റിയാൽ വരെ പിഴയും 6 മാസം വരെ തടവും ലഭിക്കാം. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രയാസം വീട്ടുജോലിക്കാർ നേരിടുകയാണെങ്കിൽ അവർക്ക് പരാതിപ്പെടാവുന്നതാണ്. ഇത്രയും കാലം ഒമാനിലെ ഗാർഹിക തൊഴിലാളികളെ രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ നൽകുന്ന സംരക്ഷണങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇത് വലിയ പ്രയാസങ്ങളായിരുന്നു ഗാർഹിക തൊഴിലാളികൾക്ക് നൽകിയിരുന്നത്. പുതിയ മാറ്റം വലിയ സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. തൊഴിൽ വകുപ്പ് മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സെയ്ദ് ബാവൈനാണ് ഈ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്.